28ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്ഷന് ഡിഫറൻഷിയേഷൻ ബൈ യൂസിങ് ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അതിലൊരു ടൈപ്പ് പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചു. അവിടെ ഉണ്ടായിരുന്നത് ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രി, എന്നിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ ട്രിഗണോമെട്രിയിലെ ചില എക്സ്പ്രഷൻസ്, നമ്മൾ ആ എക്സ്പ്രഷൻസിനെ സ്യൂട്ടായ രീതിയിൽ സിംപ്ലിഫൈ ചെയ്തു. അതിനുശേഷം ഇൻവേഴ്സ് ഒഴിവായി കിട്ടി, ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇവിടെ ഞാൻ വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് വരുന്നത്, എന്നാൽ വേറെ ഒരു ടൈപ്പ് പ്രോബ്ലം ആണ്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ് ചോദ്യം. അതിൽ ഒന്നാമത്തത് സൈൻ ഇൻവേഴ്സ് ഓഫ് 2x by 1 plus x square. ഇത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി പുറത്തുണ്ട്, പക്ഷെ ഉള്ളില് ട്രിഗണോമെട്രി അല്ല. ഇത് നിങ്ങൾ ബുക്കിലൊക്കെ റെഫർ ചെയ്യുമ്പോൾ അതിന് ചിലപ്പോ ഒരു വൈനൊക്കെ പേരിട്ടിട്ട് ചെയ്യുന്നുണ്ടാവും. ഞാനൊരു പ്രോബ്ലം അങ്ങനെ ചെയ്യാം. ലെറ്റ് y ഈക്വൽ ടു എന്നൊരു പേര് വിളിച്ചു. സൈൻ ഇൻവേഴ്സിന്റെ ഉള്ളില് 2x by 1 plus x square. നമുക്ക് dy by dx ആണ് ഇനി വേണ്ടത്. അപ്പൊ ഡിഫറൻഷിയേഷൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, സൈൻ ഇൻവേഴ്സിന്റെ ഉണ്ടാവും 1/√1 മൈനസ് ഈ ബ്രാക്കറ്റിന്റെ സ്ക്വയർ ഇൻറ്റു ചെയിൻ റൂൾ പ്രകാരം ഈ ബ്രാക്കറ്റിന്റെ ഡെറിവേറ്റീവ് വേറെ കോഷ്യൻ റൂൾ ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും. അത് കുറെ ലെങ്തി ആയിട്ട് പോകും. അപ്പൊ ഇതിന്റെ ആൻസർ ആണ് വളരെ ചുരുങ്ങിയ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഡിഫറൻഷിയേഷൻ അവിടെ നിൽക്കട്ടെ, ഇത് ഒന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടണം. സിംപ്ലിഫൈ ചെയ്ത് കിട്ടണമെങ്കിൽ സൈൻ ഇൻവേഴ്സ് വന്ന സ്ഥിതിക്ക് ഈ ബ്രാക്കറ്റ് സൈൻ ഓഫ് സംതിങ് ആയി മാറണം. ഇവിടെ ഇപ്പൊ സൈൻ ഇൻവേഴ്സ് ഒന്നുമില്ല. അപ്പൊ ഇവിടെ ഈ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് സ്യൂട്ടായ ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എക്സിന് കൊടുക്കണം. നമ്മുടെ ഉദ്ദേശം സൈൻ ഇൻവേഴ്സ് ഉള്ള സ്ഥിതിക്ക് ഇവിടെ ലാസ്റ്റ് സൈൻ ഓഫ് സംതിങ്ങിൽ എത്തണം. സൈനിന് പകരം കോസ് ആയാലും മതി, കോസിനെ കോംപ്ലിമെന്ററി ആംഗിൾ വെച്ച് സൈനിലേക്ക് മാറ്റാം, സൈനെ കോസിലേക്ക് മാറ്റാം. ഇവിടെ ഇപ്പോൾ ഉള്ളത് 2x by 1 plus x square. നിങ്ങൾ കേട്ടിട്ടുണ്ട് +1 2 tan theta by 1 plus tan square theta is sin of 2 theta. അപ്പൊ ഇവിടെ 2x by 1 plus x square ഉള്ള സ്ഥിതിക്ക് ഇതിനെ സൈൻ ഓഫ് സംതിങ് ആക്കാൻ ഏറ്റവും നല്ല സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് x equal to tan theta. ടാൻ എക്സ് തന്നെ കൊടുക്കരുത്, എക്സ് ഈക്വൽ ടു ടാൻ വൈ എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ വൈ ഉള്ള സ്ഥിതിക്ക് വൈയും കൊടുക്കരുത്, തീറ്റ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെഡോ അല്ലെങ്കിൽ ആൾഫയോ ഒക്കെ ലെറ്റർ ഉപയോഗിക്കാം. എക്സും വൈ ഇവിടെ ഉള്ള സ്ഥിതിക്ക് എക്സും വൈ അല്ലാത്ത ഏതെങ്കിലും ലെറ്റർ. ഓക്കെ, അപ്പൊ ഇത് സൈൻ ഇൻവേഴ്സ് ഓഫ് 2 tan theta divided by ഡിനോമിനേറ്ററില് 1 plus tan square theta. That is equal to sin inverse of 2 tan theta by 1 plus tan square theta sin 2 theta. കണ്ടോ, നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഓഫ് സംതിങ് വന്നു. അപ്പൊ അത് ഒഴിവായ സ്ഥിതിക്ക് അത് 2 theta. ഇനി നമ്മൾ ഇട്ട പേരാണ് തീറ്റനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി വിളിച്ച പേരാണ്. ആ തീറ്റനെ തിരിച്ചു വിളിക്കുക. ആരാ തീറ്റ? എക്സിന്റെ പേരാണ് തീറ്റ. അപ്പൊ തീറ്റ ആരാടാ? തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ തീറ്റ എക്സ് ആണെങ്കിൽ എക്സിന്റെ പേര് ടാൻ തീറ്റ, അപ്പൊ ടാൻ തീറ്റ എക്സ് ആണ്, തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഈ തീറ്റക്ക് വരെ ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ നമ്മള് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ആ വൈനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തപ്പോ ഇവിടെ എത്തി. ഇതാണ് നമ്മുടെ വൈ. Therefore dy by dx equal to dy by dx of this function 2 tan inverse x. 2 is a constant പുറത്തേക്ക് വന്നു, into tan inverse x ന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x square അഥവാ 2 by 1 plus x square ആണ് അതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യം, tan inverse of 3x minus x cube divided by 1 minus 3x square. ഞാൻ y എന്നൊന്നും പേരിടുന്നില്ല, y പേരിട്ട് ചെയ്യുന്നൊക്കെ ഒന്ന് കാണിച്ചു. നമുക്ക് കുറച്ചുകൂടി വേഗം നേരെ d by dx ലേക്ക് അങ്ങ് കടക്കാം. tan inverse of 3x minus x cube divided by 1 minus 3x square. ഇപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്താലുള്ള ബുദ്ധിമുട്ട് അറിയാലോ. ടാൻ ഇൻവേഴ്സിന്റെ തന്നെ ഉണ്ടാവും 1 by 1 plus ഈ ബ്രാക്കറ്റിന്റെ സ്ക്വയർ, പിന്നെ ഈ ബ്രാക്കറ്റിന്റെ വേറെ കോഷ്യൻ റൂൾ ഇൻറ്റു ചെയ്യണം. അത് കുറച്ച് ലെങ്തി ആയിട്ട് എഴുതാനുണ്ടാവും. അതിന്റെ ആൻസർ വളരെ ചുരുങ്ങിയ ആൻസർ ഉണ്ടാവുക. 3 by 1 plus x square എന്ന ആൻസർ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ആലോചിക്ക്, വല്ല സബ്സ്റ്റിറ്റ്യൂഷനും ചാൻസ് ഉണ്ടോ എന്ന് ആലോചിക്കുക. നമ്മുടെ ഉദ്ദേശം എന്താണ്? ടാൻ ഇൻവേഴ്സ് ഇവിടെയുള്ള സ്ഥിതിക്ക് ഈ ബ്രാക്കറ്റ് ടാൻ ഓഫ് സംതിങ്ങിലേക്ക് കിട്ടണം. ഈ ബ്രാക്കറ്റിൽ ഇപ്പോൾ ഉള്ളത് 3x minus x cube by 1 minus 3x square. ആ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ വരണമെങ്കിൽ ട്രിഗണോമെട്രി നല്ല പരിചയം വേണം. ട്രിഗണോമെട്രി നന്നായിട്ട് അറിയണം. ട്രിഗണോമെട്രി ഇല്ലെങ്കിൽ കാൽക്കുലസിന്റെ പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ട്രിഗണോമെട്രി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, 3x minus x cube by 1 minus 3x square. 3 tan theta minus tan cube theta by 1 minus 3 tan square theta
+1 ഒരു ഐഡന്റിറ്റിയാ എന്തേനു യെസ് tan 3 theta. അപ്പൊ ഇത് tan 3 theta ആവാൻ നല്ലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് x = tan theta. അപ്പൊ ഇത് d/dx ഓഫ് tan ഇൻവേഴ്സ് 3 tan theta minus tan cube theta by 1 minus 3 tan square theta. അപ്പൊ അത് d/dx ഓഫ് tan ഇൻവേഴ്സില് ഈ എക്സ്പ്രഷൻ മൊത്തത്തിൽ എന്താവും tan 3 theta. tan 3 theta. അപ്പൊ അത് d/dx ഓഫ് 3 theta എന്നാവും. 3 കണ്ട് പുറത്തു വരും. d/dx ഓഫ് ഇനി തീറ്റനെ തിരിച്ചു കൊടുക്കേ തീറ്റ x = tan theta. അപ്പൊ തീറ്റ tan ഇൻവേഴ്സ് x 3 കോൺസ്റ്റന്റ് പുറത്തു വന്നു. 3 into tan inverse x ന്റെ ഡെറിവേറ്റീവ് 1/1 plus x square അഥവാ 3/1 plus x square അതിന്റെ ലാസ്റ്റ് ആൻസർ കണ്ടോ. സിംപ്ലിഫൈ ചെയ്തപ്പോൾ വളരെ ചുരുങ്ങിയ ആൻസർ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3. d/dx തന്നെ ചെയ്യേണ്ടത്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x ആണ് d/dx കാണാം. നമുക്ക് y എന്നും പേരിടാം. നേരെ ഡെറിവേറ്റീവിലേക്ക് അങ്ങ് എഴുതാം. cos ഇൻവേഴ്സിന് 1 minus x square by 1 plus x square എന്നൊക്കെ പറയാം സബ്സ്റ്റിറ്റ്യൂഷൻ. cos ഇൻവേഴ്സ് വന്ന സ്ഥിതിക്ക് ആ ബ്രാക്കറ്റ് എന്തായി കിട്ടണം? cos ഓഫ് സംതിങ്ങിലേക്ക് കിട്ടണം. അവിടെ ഉള്ളത് 1 minus x square by 1 plus x square ആണ്. 1 minus x square by 1 plus x square cos ഓഫ് സംതിങ്ങിലേക്ക് കിട്ടാൻ പറ്റിയ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? പുട്ട് x = ആലോചിച്ച് നോക്കിയേ. 1 minus x square by 1 plus x square 1 minus tan square theta by 1 plus tan square theta. ഓർമ്മല്ലേ? 1 minus tan square theta by 1 plus tan square theta cos 2 theta. അപ്പൊ ഇവിടേക്കും പറ്റിയ സബ്സ്റ്റിറ്റ്യൂഷൻ വീണ്ടും x = tan theta. അപ്പൊ ഇത് d/dx ഓഫ് cos ഇൻവേഴ്സില് 1 minus tan square theta x square മാറി tan square theta കാരണം x ആണ് tan theta divided by 1 plus tan square theta. അപ്പൊ അത് d/dx ഓഫ് cos ഇൻവേഴ്സ് cos 2 theta 1 minus tan square theta by 1 plus tan square theta is cos 2 theta. അപ്പൊ എന്തായി? അടുത്ത സ്റ്റെപ്പിൽ എന്താ വരിക? d/dx ഓഫ് 2 theta എന്നാവും. 2 theta 2 കോൺസ്റ്റന്റ് പുറത്തേക്ക് വരും. d/dx ഓഫ് theta is equal to x = tan theta. അപ്പൊ theta വീണ്ടും tan inverse x തന്നെ. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 into tan inverse x ന്റെ ഡെറിവേറ്റീവ് 1/1 plus x square. അപ്പൊ ഇത് 2/1 plus x square ആൻസർ. ഓക്കെ, then question number 4. d/dx ഓഫ് വരാൻ പോകുന്നത് sin inverse 1 minus x square by 1 plus x square. കഴിഞ്ഞ ക്വസ്റ്റ്യനും തമ്മിൽ എന്താ വ്യത്യാസം? കഴിഞ്ഞ ക്വസ്റ്റ്യൻ അത് cos ഇൻവേഴ്സിലായിരുന്നു വന്നത്. ഇപ്പൊ അത് sin ഇൻവേഴ്സിലാണ് വന്നത്. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റല് കോസിലേക്കാണ്. പക്ഷെ പുറത്തുള്ളത് സൈൻ ഇൻവേഴ്സ് ആണ്. അപ്പൊ കോസ് വന്നാൽ പിന്നെ കോംപ്ലിമെന്ററി ആംഗിൾ ആക്കിയിട്ട് അതിനെ സൈൻ ആക്കാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ അത് തന്നെയാണ്. x = tan theta തന്നെയാണ് ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ അതേ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. പക്ഷെ ആ ബ്രാക്കറ്റ് വരിക സൈനിലേക്കല്ല കോസിലേക്കാ വരിക. പുട്ട് x = tan theta. അപ്പൊ d/dx ഓഫ് sin ഇൻവേഴ്സ് ഓഫ് 1 minus tan square theta by 1 plus tan square theta equal to d/dx ഓഫ് sin ഇൻവേഴ്സില് 1 minus tan square theta by 1 plus tan square theta cos 2 theta. അവിടെയാണ് പ്രശ്നം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇത് cos ഇൻവേഴ്സ് ആയതുകൊണ്ട് cos ഇൻവേഴ്സ് cos അങ്ങോട്ട് പോയി. ഇവിടെ പക്ഷേ പുറത്തുള്ളത് sin ഇൻവേഴ്സ് ആയതുകൊണ്ട് അത് ഒഴിവായി കിട്ടിയിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനെന്താ കുഴപ്പം? എന്താ ചെയ്യേണ്ടത്? എന്താ വരേണ്ടത്? സൈൻ ഇൻവേഴ്സ് ഇത് സൈൻ വരണം. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ π/2 മൈനസ് തീറ്റ. കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ സൈൻ π/2 മൈനസ് ആൽഫ. അപ്പൊ കോസ് 2 തീറ്റ പറഞ്ഞാല് സൈനിലേക്ക് മാറ്റുമ്പോ സൈൻ ഇൻവേഴ്സ് ഓടെ നിൽക്കട്ടെ. ഈ കോസിനെ സൈനിലേക്ക് മാറ്റുമ്പോ കോംപ്ലിമെന്ററി ആവും π/2 മൈനസ് 2 തീറ്റ. കണ്ടോ? കോസ് 2 തീറ്റനെ സൈൻ π/2 മൈനസ് 2 തീറ്റ. അപ്പൊ ഈ സൈൻ ഇൻവേഴ്സ് സൈൻ പോയി. d/dx ഓഫ് π/2 minus 2 theta equal to d/dx of π/2 minus 2 into what is theta? x equal to tan theta. But theta tan inverse x. That is equal to π/2 ഒരു കോൺസ്റ്റന്റ് derivative 0.
minus 2 into tan inverse x ന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x square. So last answer minus 2 divided by 1 plus x square. Okay. Then അടുത്ത fifth question d by dx of ഇവിടെ ചെയ്യാൻ ഞാൻ cos inverse 2x by 1 plus x square. ഫസ്റ്റ് പ്രോബ്ലം എന്തായിരുന്നു ഈ ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ ചെയ്ത ഫസ്റ്റ് പ്രോബ്ലം sin inverse 2x by 1 plus x square. അപ്പൊ ഇത് അതിന് പകരം കോസ് ഇൻവേഴ്സ് ആവുന്നത്. അപ്പൊ ഈ ബ്രാക്കറ്റിനെ നമുക്ക് കോസിലേക്ക് എത്തിക്കണം. അപ്പൊ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ ഇത് തന്നെ x equal to tan theta. അപ്പൊ ഇത് സൈനിലേക്കാണ് എത്തുക. അതിന് നമുക്ക് കോസിലേക്ക് മാറ്റാൻ കോംപ്ലിമെന്ററി ആംഗിൾ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഞാൻ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ x equal to tan theta തന്നെയാണ്. അപ്പൊ ഇത് കോസ് ഇൻവേഴ്സിൽ 2 tan theta by 1 plus tan square theta. അപ്പൊ ഇത് d by dx of നിൽക്കട്ടെ കോസ് ഇൻവേഴ്സിൽ ഇത് കോസ് അല്ല സൈൻ ഓഫ് 2 theta ആണ്. കഴിഞ്ഞ പ്രോബ്ലത്തില് സൈൻ ഇൻവേഴ്സ് കോസ് വന്നപ്പോൾ നമ്മൾ ചികിത്സിച്ചു. ഇവിടെ പോകുന്നത് കോസ് ഇൻവേഴ്സ് സൈൻ ആണ്. നേരത്തെ അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവാം. ദാറ്റ്സ് ഈക്വൽ ടു d by dx of കോസ് ഇൻവേഴ്സ് സൈൻ 2 theta നെ കോസ് ആക്കുമ്പോ കോംപ്ലിമെന്ററി ആംഗിൾ ആവും പൈ ബൈ 2 മൈനസ് 2 theta is equal to ഇനി കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ അതേ സ്ഥലത്തേക്ക് നമ്മൾ എത്താൻ പോകുന്നത് കോസ് ഇൻവേഴ്സ് കോസ് പോയി ദാറ്റ്സ് ഈക്വൽ ടു d by dx of പൈ ബൈ 2 മൈനസ് 2 theta ഈക്വൽ ടു d by dx of പൈ ബൈ 2 മൈനസ് 2 ഇൻറ്റു തീറ്റന്റെ പേര് ടാൻ ഇൻവേഴ്സ് എക്സ് പൈ ബൈ 2 ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സിന്റെ 1 by 1 plus x square സെയിം ആൻസർ. ഓക്കെ. Then question number 6 എന്താ നോക്കിയേ ഏതാ ഇൻവേഴ്സ് ഉള്ളത് സീക്ക് ഇൻവേഴ്സ് ആണ്. സീക്ക് ഇൻവേഴ്സ് d by dx of സീക്ക് ഇൻവേഴ്സിൽ 1 by 2x square minus 1. ഇതിന് പറ്റിയ ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആലോചിക്കണം. നമ്മുടെ എയിം ആ സീക്ക് ഇൻവേഴ്സിനെ ഒന്ന് ഒഴിവാക്കണം. സീക്ക് ഇൻവേഴ്സ് മാറി കിട്ടണമെങ്കിൽ ഈ ബ്രാക്കറ്റ് സീക്ക് ഓഫ് സംതിങ് ആവണം. ഇവിടെ ഇപ്പൊ ഉള്ളത് 1 by സംതിങ് ആ. ഈ 1 by സംതിങ് സീക്ക് ആവണമെങ്കിൽ ആ സംതിങ് കോസ് ആയ പോലെ 1 by cos theta സീക്ക് തീറ്റ അല്ലടാ. അപ്പൊ ഈ 1 by സാധനം സീക്ക് ആവണമെങ്കിൽ അതിന് പറ്റിയ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ആലോചിക്കേണ്ടത്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഡിനോമിനേറ്ററിലെ എക്സ്പ്രഷൻ കോസ് ഓഫ് സംതിങ് ആവണം. കോസ് ഓഫ് സംതിങ് ഇവിടെ ഇപ്പൊ ഉള്ളത് 2x square minus 1 ആ. 2 cos square theta minus 1 cos 2 theta ആണ്. 2 cos square theta minus 1 cos 2 theta ആണ്. അപ്പൊ ഇത് 2 cos square theta minus 1 ആവാൻ പറ്റിയ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് x equal to cos theta. അപ്പൊ ഇത് തുടർന്നാൽ d by dx of sec inverse 1 divided by 2 cos square theta minus 1 equal to d by dx of sec inverse 1 by 2 cos square theta minus 1 cos 2 theta. അടുത്ത സ്റ്റെപ്പിൽ d by dx of sec inverse പറയൂ 1 by cos sec ആണ്. അപ്പൊ 1 by cos 2 theta sec 2 theta that is equal to ഇനി നമുക്ക് ആ sec inverse sec പോയി കിട്ടില്ലേ that is equal to d by dx of sec inverse sec പോയാൽ അവിടെ 2 theta 2 കൊണ്ട് പുറത്തേക്ക് വന്നാൽ d by dx of നമ്മൾ തീറ്റനെ തിരിച്ചു വിളിക്കൂ. നമ്മളുടെ പേര് x equal to cos theta. ഹലോ അപ്പൊ തീറ്റ എന്താ cos inverse x. യെസ് cos inverse x ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. 2 into cos inverse x ന്റെ ഡെറിവേറ്റീവ് ഫോർമുല minus 1 by root of 1 minus x square. അപ്പൊ അത് minus 2 by root 1 minus x square. ഓക്കെ. അതാണ് ഇതിന്റെ ലാസ്റ്റ് ആൻസർ. Then question number 7. എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ ഇനിയുള്ള ചോദ്യങ്ങള്. d by dx of ചെയ്യാൻ പോകുന്നത് tan ഇൻവേഴ്സിനകത്ത് റൂട്ട് 1 plus x square അതിന് -1 അതിന് ഡിവൈഡഡ് ബൈ x.
ഇതൊക്കെ സിംപ്ലിഫിക്കേഷൻ ഇല്ലാതെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകുമ്പോൾ വളരെ ലെങ്തി ആയിട്ട് പോകും. പക്ഷെ ഇത് സിംപ്ലിഫൈ ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ചെറിയ ആൻസർ ഉണ്ടാവുക. ഒബ്ജക്റ്റീവ് മാതൃകയിലൊക്കെ ഇന്റർസെക്ട് ചെയ്താൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ എളുപ്പമായിരിക്കും ട്രിഗണോമെട്രി ഒക്കെ അറിയുന്ന ആൾക്ക്. ഇവിടെ നമ്മൾ എയിം എന്താ, ടാൻ ഇൻവേഴ്സിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമ്മള് ഈ ബ്രാക്കറ്റിൽ ടാൻ ഓഫ് സംതിങ്ങിലേക്ക് എത്തിക്കിട്ടണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഉള്ളത് റൂട്ടിന്റെ ഉള്ളിൽ ഒരു 1 + x² - 1 / x. അപ്പൊ എന്തായാലും ഈ റൂട്ടിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. റൂട്ടിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ റൂട്ടിന്റെ ഉള്ളിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ വരണം. റൂട്ടിന്റെ ഉള്ളിൽ സംതിങ് സ്ക്വയർ വന്നാൽ നമുക്ക് റൂട്ട് എടുക്കാം. ഇവിടെ ഇപ്പൊ ഉള്ളത് 1 + x². 1 + സ്ക്വയർ ചെയ്യുമ്പം പെർഫെക്റ്റ് സ്ക്വയർ വരുന്ന 2 എണ്ണം ഉണ്ട് ട്രിഗണോമെട്രിയിൽ. 1 + tan square θ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അത് c² θ ആണ്. 1 + cot square θ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അത് cosec square θ ആണ്. ഈ രണ്ടെണ്ണമാണ് 1 + സ്ക്വയർ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ വരിക. വേറെ ആരും 1 + സ്ക്വയർ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ വരുന്ന ട്രിഗണോമെട്രി ഇല്ല. അപ്പൊ ഈ റൂട്ട് ഫ്രീ ആവണമെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ വരണോ അല്ലെങ്കിൽ ഇങ്ങനെ വരണം. 1 + tan square θ വന്നാല് c² θ ആവും, റൂട്ട് എടുക്കുമ്പോൾ sec θ ആവും. 1 + cot square θ വന്നാല് cosec square θ ആവും, റൂട്ട് എടുക്കുമ്പോൾ cosec θ ആവും. ഇവിടെ നമുക്ക് എക്സിന് tan θ ഇട്ട് പോകാം, അതല്ലെങ്കിൽ cot θ ഇട്ട് മുന്നോട്ട് പോകാം. രണ്ട് ചെയ്താലും ലാസ്റ്റ് ആൻസർ സെയിം ആവും. അതിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് രണ്ട് ചെയ്ത് നോക്കാം. ഏറ്റവും ബെസ്റ്റ് tan θ ആണ്. അപ്പൊ ഇത് d/dx ഓഫ് tan ഇൻവേഴ്സില് റൂട്ട് 1 + tan square θ - 1 ഡിവൈഡഡ് ബൈ tan θ. cot θ ഇട്ടും പോകാം. അപ്പോ കുറച്ചുകൂടി സിംപ്ലിഫിക്കേഷൻ അധികം വരും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അടുത്ത സ്റ്റെപ്പ് ദാറ്റ്സ് ഈക്വൽ ടു ഞാൻ ഇങ്ങോട്ട് എഴുതാം, d/dx ഓഫ് tan ഇൻവേഴ്സില് ആ റൂട്ടിനുള്ളിൽ കിടക്കുന്നത് എന്താ, 1 + tan square θ c² θ. അപ്പൊ റൂട്ട് എടുക്കുമ്പോ അത് റൂട്ട് c² θ sec θ ആവും. അതിന് -1 ഡിവൈഡഡ് ബൈ tan θ. ഇനി മുന്നോട്ട് പോകണം, നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ എപ്പോഴും ടാൻ ഇൻവേഴ്സ് പോയിട്ടില്ല. ഈ sec θ നെ 1 / cos θ എന്ന് വായിക്കുക, -1 ഡിവൈഡഡ് ബൈ ഈ tan θ നെ sin θ / cos θ എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ അത് d/dx ഓഫ് tan ഇൻവേഴ്സില് ഈ കോസ് 1ന്റെ അടുത്തേക്ക് ക്രോസ് ചെയ്താൽ 1 - cos θ ഓൾ ഡിവൈഡഡ് ബൈ cos θ. ഇത് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റു cos θ ബൈ, ക്ലിയർ അല്ലേ? ഈ cos θ നമ്മൾ ക്രോസ് ചെയ്തു, 1 - cos θ ഓൾ ഡിവൈഡഡ് ബൈ cos θ ബൈ sin θ ബൈ cos θ ബിക്കം ഇൻറ്റു cos θ ബൈ sin θ. അപ്പൊ ഉണ്ടായ ഒരു സംഭവം ഈ cos θ ഇങ്ങനെ ക്യാൻസൽ ആയി പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സില് 1 - cos θ ഡിവൈഡഡ് ബൈ sin θ. ഇവിടെ നമ്മൾ എത്തിയത്. ഇത് എക്സിന് cot θ ഇട്ട ഒരാളാണെങ്കിൽ എന്താ സംഭവിക്കുന്ന ആലോചിച്ച് നോക്കൂ. ഇത് 1 + cot square θ ആവും, ഇവിടെ cot θ ആവും. 1 + cot square θ cosec square θ ആണ്. അപ്പൊ റൂട്ട് എടുക്കുമ്പോൾ ഇവിടെ cosec θ വരും, ഇവിടെ cot θ വരും. അപ്പൊ ഇത് 1 / sin θ ആവും, ഇത് cos θ / sin θ ആവും. അപ്പൊ ഇത് 1 - sin θ ഓൾ ഡിവൈഡ് ബൈ sin θ ഇൻറ്റു sin θ ബൈ cos θ. sin θ കട്ട് ചെയ്ത് പോയാൽ 1 - sin θ മേലെ cos θ താഴെ ബാക്കിയാവും. അപ്പൊ അത് മുന്നിൽ നമ്മൾ കോംപ്ലിമെന്ററി ആംഗിൾ ഇട്ടാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഉണ്ടായ സൗകര്യം നമുക്ക് ഇനിയും പോകാം. ദിസ് ഈസ് d/dx വിട്ടുപോയിട്ടുണ്ട്. d/dx ഉണ്ട്, നമ്മുടെ ഡിഫറൻഷിയേഷൻ ഉണ്ട്, ഈക്വൽ ടു d/dx ഓഫ് tan ഇൻവേഴ്സ് 1 - cos θ 2 sin square θ/2 sin θ 2 sin θ/2 into cos θ/2. Ready? That's equal to d/dx of tan inverse ഈ 2 ക്യാൻസൽ ചെയ്യാം. സൈൻ സ്ക്വയർ ഒരു സൈനും ഈ ഒരു സൈനും ക്യാൻസൽ ചെയ്യാം. sin θ/2 by cos θ/2 ബാക്കിയാവും, അത് tan θ/2. കണ്ടോ, tan inverse of tan of something വന്നു. That's equal to d/dx of θ/2 ഹാഫ് ഇവിടെ പുറത്തെടുക്കാം. d/dx of θ, ഞാൻ ഇട്ടിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ x equal to tan θ ആയിരുന്നു. അപ്പൊ θ tan inverse x വരും.
x equal to tan theta സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരുന്നത്. അപ്പൊ തീറ്റക്ക് വരെ tan inverse x. അപ്പൊ ഹാഫ് ഇൻറ്റു tan inverse x ന്റെ ഡെറിവേറ്റീവ് 1/1 plus x square അഥവാ 1 divided by 2 into 1 plus x square എന്ന് എഴുതാം. That is the last answer. Then question number 8. എന്താ വരുന്നത്? ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ അഥവാ d by dx കാണേണ്ട ഫംഗ്ഷൻ കോട്ട് ഇൻവേഴ്സിലാണ്. കോട്ട് ഇൻവേഴ്സിൽ റൂട്ട് 1 plus x square plus x ആണ്. ഇവിടെയും ആ റൂട്ട് ഫ്രീ ആയി കിട്ടണം മുന്നോട്ട് പോകണമെങ്കിൽ അപ്പൊ റൂട്ടിനകത്തുള്ളത് 1 plus x square ആയതുകൊണ്ട് അത് ഫ്രീ ആവണമെങ്കിൽ ഈ രണ്ട് മോഡലിനാണ് പെർഫെക്റ്റ് സ്ക്വയർ ഉള്ളത്. അപ്പൊ ഒന്നുകിൽ എക്സിന് ടാൻ തീറ്റ അല്ലെങ്കിൽ എക്സിന് കോട്ട് തീറ്റ. അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് അന്വേഷിച്ചിട്ട് ഇട്ടാൽ മതി. ഇനിയിപ്പോ അത് കിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഏത് കൊടുത്താലും മുന്നോട്ട് പോകാം. ഒരു 2 സ്റ്റെപ്പ് സിംപ്ലിഫിക്കേഷൻ കൂടുതൽ ഉണ്ടാവും. ഇവിടെ ഏറ്റവും നല്ല സബ്സ്റ്റിറ്റ്യൂഷൻ എക്സിന് കോട്ട് തീറ്റയാണ്. നോക്കാം നമുക്ക്. അപ്പൊ റൂട്ടിനുള്ളിൽ 1 plus cot square theta plus cot theta. That is equal to d by dx of cot inverse. പറയൂ. 1 plus cot square theta cosec square theta. Cosec square theta ന്റെ റൂട്ട് എടുക്കുമ്പോൾ അത് cosec theta. Cosec theta plus cot theta equal to d by dx of cot inverse. അടുത്ത സ്റ്റെപ്പിൽ കൊസീക് തീറ്റനെ 1 by sin theta എന്ന് എഴുതാം. കോട്ട് തീറ്റനെ cos theta by sin theta എന്ന് എഴുതാം. That's equal to d by dx of cot inverse 1 plus cos theta whole divided by sin theta. ഇത് cot theta ക്ക് പകരം x cot theta കൊടുത്തതിന് പകരം x tan theta കൊടുത്ത ആളാണെങ്കിൽ ഇതിങ്ങനെ വരുമ്പോ സംഭവിക്കുക ഈ cos വന്നോട്ട് sin വരും, ഈ സൈൻ ഒന്നോട്ട് കോസ് വരും. അപ്പൊ പിന്നെ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ അതിനെ π/2 മൈനസ് തീറ്റയിലേക്ക് മാറ്റി കോംപ്ലിമെന്ററി ആംഗിൾ ആക്കിയിട്ട് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും നല്ലത് കോട്ട് തീറ്റ എന്ന് പറഞ്ഞത്. അങ്ങനെ കൊടുത്തു പോകാം. ഓക്കെ, ഇനി മുന്നോട്ട് എങ്ങനെ പോവാ? ഈ പാടെ എക്സ് ഓഫ് പറയൂ. കോട്ട് ഇൻവേഴ്സിൽ 1 plus cos തീറ്റ നേരത്തെ പറഞ്ഞേ ഞാന് 2 cos square theta by 2 sin theta 2 sin theta by 2 cos theta by 2. അപ്പൊ ഇനി മുന്നോട്ട് പോവാം. ദി ബോഡി എക്സ് ഓഫ് കോട്ട് ഇൻവേഴ്സ് ഈ 2 ക്യാൻസൽ ആയി. ഒരു കോസിലെ ഒരു സ്ക്വയറിൽ ഒരു കോസും ഈ കോസും പോയി. കോസ് ബൈ സൈന് കോസ് തീറ്റ ബൈ 2 ബൈ സൈൻ തീറ്റ ബൈ 2 അത് കോട്ട് തീറ്റ ബൈ 2. അപ്പൊ അത് ഡി ബോഡി എക്സ് ഓഫ് തീറ്റ ബൈ 2 ഹാഫുകൾ പുറത്തേക്ക് വരും. ഹാഫ് ഇൻറ്റു ഡി ബോഡി എക്സ് ഓഫില് തീറ്റ അത് ഈ തീറ്റ x equal to cot theta. അപ്പൊ തീറ്റ cot inverse x equal to half into cot inverse derivative minus 1 by 1 plus x square. So last answer minus 1 divided by 2 into 1 plus x square. That is the answer. Okay, ഇനി ഒമ്പതാമത്തെ ചോദ്യം ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x, അതായത് d by dx of tan inverse x divided by root of 1 minus x square. സിംപ്ലിഫൈ ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ടോ നോക്കുക. ഇവിടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ ഫംഗ്ഷൻ വന്നത് tan ഇൻവേഴ്സ് ആണ്. അപ്പൊ ഇതിനൊന്ന് ചുരുക്കണമെങ്കിൽ ഈ ബ്രാക്കറ്റ് tan ഓഫ് സംതിങ് ആയിട്ട് കിട്ടിയാൽ മതി. tan ഇൻവേഴ്സ് tan ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ ഉള്ളത് എക്സ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും റൂട്ട് ഓഫ് 1 minus x square. ഇത് ടാൻ ഓഫ് തീറ്റ എന്നാവാൻ പറ്റിയ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എക്സിന് ആലോചിച്ച് നോക്കൂ. ടാൻ തീറ്റ എന്നാവണമെങ്കിൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആയാൽ പോരെ. ഇവിടെ ഇപ്പോൾ ഉള്ളത് എക്സും ഇവിടെ റൂട്ട് ഓഫ് 1 minus x square. അപ്പൊ പറയൂ സബ്സ്റ്റിറ്റ്യൂഷൻ, പ്രോപ്പർ ആയ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആലോചിച്ചിട്ട് പറയൂ. എക്സ് ഈക്വൽ ടു യെസ് സൈൻ തീറ്റ. വെരി ഗുഡ്, സൈൻ തീറ്റ. അപ്പൊ this will be equal to d by dx of tan inverse numerator x ന് പകരം sin theta divided by root of 1 minus sin square theta. That is equal to d by dx of tan inverse of sin theta divided by root of നോക്കടാ 1 minus sin square theta ഐഡന്റിറ്റി പ്രകാരം അത് cos square theta. അപ്പൊ റൂട്ടിനുള്ളിൽ cos square theta.
that is equal to d by dx of tan inverse sin theta divided by root cos square theta now root of cos square theta cos theta now equal to d by dx of tan inverse sin theta by cos theta കണ്ടോ നമ്മൾ എവിടെ എത്തി tan inverse of tan theta equal to d by dx of ഇതെന്താവും തീറ്റ എന്നാവും. ഇനി നമ്മളുടെ പേര് പ്രകാരം തീറ്റ എന്താന്ന് വെച്ചാൽ എക്സിലേക്ക് മാറ്റാം. കാരണം ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട എക്സ് കൊണ്ടാണ്. അപ്പൊ നമ്മൾ എക്സിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാം. എക്സ് ഇക്വൽ സൈൻ തീറ്റയാണ്. അപ്പൊ തീറ്റ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്തില്ല ഇതുവരെ നമ്മൾ ഡി ബൈ ഡി എക്സ് ഇങ്ങനെ എഴുതി ഒന്നാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിന് എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 by root of 1 minus x square. That is the answer. നമ്മളിതിനെ നേരിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ ആൻസർ കിട്ടാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. ഇനി 10ാമത്തെ ചോദ്യം നോക്കൂ. എന്താ ഡിഫറൻസ് 9 10ലേക്ക് വരുമ്പോ ഇവിടെ 1 ഉള്ളിടത്ത് ഇവിടെ അത് എ സ്ക്വയർ ആണ്. അപ്പൊ ഈ 1ന് പകരം എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ നമ്മൾ എക്സിന് സൈൻ തീറ്റ ഇട്ടാൽ നമുക്ക് ഈ റൂട്ടിൽ നിന്ന് ഫ്രീ ആവാൻ പറ്റൂല. ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഈക്വൽ ടു ഇവിടെ എ സ്ക്വയർ ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ടാൻ തീറ്റ കൊണ്ടുവരണമെങ്കിൽ എക്സ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ തീറ്റ. അപ്പോ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഇങ്ങനെ തന്നെ ഈ എക്സിന് പകരം എ സൈൻ തീറ്റ. അപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിൽ റൂട്ടിന്റെ ഉള്ളില് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എക്സിന്റെ പേര് എ സൈൻ തീറ്റ ആണെങ്കിൽ എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്നാവും. എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ. അപ്പൊ ഇവിടെ എ സ്ക്വയർ ഇവിടെ എ സ്ക്വയർ ഉണ്ട്. എ സ്ക്വയർ കോമൺ ഫാക്ടർ എടുത്താൽ ടാൻ ഇൻവേഴ്സ് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എ സൈൻ തീറ്റ ബൈ ഈ റൂട്ടിൽ നിന്ന് എ സ്ക്വയർ കോമൺ എടുത്താൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ദാറ്റ്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സിൽ എ സൈൻ തീറ്റ അവിടെ നിൽക്കട്ടെ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് എടുത്ത് എഴുതുമ്പോൾ എ സ്ക്വയർ റൂട്ട് എ എന്ന് എഴുതാം. കോസ് സ്ക്വയർ തീറ്റന്റെ റൂട്ട് കോസ് തീറ്റ. അപ്പൊ ഈ എ ഇങ്ങനെ ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സിൽ നേരത്തെ വന്ന പോലെ തന്നെ ടാൻ തീറ്റ ആയി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് തീറ്റ ഈക്വൽ ടു ഇനി തീറ്റ നമ്മൾ എക്സിലേക്ക് മാറ്റണം. നമ്മുടെ പേര് എക്സിന്റെ പേരെന്താ? എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ. നമുക്കിവിടെ വേണ്ടത് തീറ്റയാണ്. അപ്പൊ എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ ആണെങ്കിൽ സൈൻ തീറ്റന്റെ പേരെന്താ? എക്സ് ബൈ എ. അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ അങ്ങനെ എഴുതാം. അപ്പൊ തീറ്റക്ക് പകരം സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. ഇനി ഡിഫറൻഷിയേഷൻ ചെയ്യാം. സൈൻ ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എന്താണുള്ളത് അതിന്റെ സ്ക്വയർ. അപ്പൊ എക്സ് ബൈ എന്റെ സ്ക്വയർ കഴിഞ്ഞില്ല ഇൻറ്റു എക്സ് ബൈ എന്റെ ഡെറിവേറ്റീവ്. എക്സ് ബൈ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇങ്ങനെ വായിക്കാം 1 ബൈ എ ഇൻറ്റു എക്സ്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് ഉണ്ടാവുക 1 ബൈ എ ഇൻറ്റു എക്സിന്റെ 1. അപ്പൊ എക്സ് ബൈ എന്റെ ഡെറിവേറ്റീവ് 1 ബൈ എ. എന്നാണ് സ്റ്റെപ്പ് കൂടി സിംപ്ലിഫൈ ചെയ്യാം. ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ബൈ എ സ്ക്വയറിനെ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയറിന് മേലിനായി സ്ക്വയർ ചെയ്താം ഇൻറ്റു 1 ബൈ എ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഈ എ സ്ക്വയർ കൊണ്ട് ക്ലോസ് ചെയ്താൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഇൻറ്റു 1 ബൈ എ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഇത് മേലെ ഞാൻ റൂട്ട് എടുക്കുമ്പോ മേലെ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ റൂട്ട് എ ഇൻറ്റു ഇവിടെ ഉള്ള 1 ബൈ എ
അപ്പൊ ഈ എയും ഈ 1/a യിലെ എയും ക്യാൻസൽ ആയി പോകും. സോ ദ ലാസ്റ്റ് ആൻസർ ഈസ് ഈക്വൽ ടു എന്താ ബാക്കിയുള്ളത് 1/√(a² - x²). അതാണ് അതിന്റെ ആൻസർ. ലാസ്റ്റ് പ്രോബ്ലം 11ാമത്തത്. ടാൻ ഇൻവേഴ്സിനകത്താണ് 3a² x - x³ ഡിവൈഡഡ് ബൈ a³ - 3ax². d/dx ഓഫ് tan inverse 3a² x - x³ by a³ - 3ax². ഈ എ ഉള്ളിടത്തൊക്കെ 1 ഉള്ള പ്രോബ്ലം നേരത്തെ വന്നിട്ടുണ്ട്. tan ഇൻവേഴ്സിൽ 3x - x³ by 1 - 3x². നമ്മളവിടെ x കിട്ടിയിരുന്ന പേര് tan θ എന്നായിരുന്നു. ഇവിടെ tan θ പോരാ, നമുക്കറിയാത് x = a into tan θ. അതോടുകൂടി നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോ d/dx അവിടെ നിൽക്കട്ടെ, tan ഇൻവേഴ്സ് നിൽക്കട്ടെ. മുന്നോട്ട് പോകുമ്പോ a ഒക്കെ ഒഴിവായി കിട്ടും. നോക്കടാ, 3a² into x നമ്മളുടെ പേര് a into tan θ മൈനസ് x³ എക്സിന്റെ പേര് a tan θ ആണെങ്കിൽ x³ വരിക a³ tan³ θ. എന്റെ ക്യൂബ് a³ tan³ θ ഡിവൈഡഡ് ബൈ താഴെ a³ കൂടെ നിൽക്കട്ടെ, a³ മൈനസ് 3a into x². x = a tan θ. അപ്പൊ x² a² tan² θ. ഇനി ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് ദാറ്റ്സ് ഈക്വൽ ടു d/dx ഓഫ് tan ഇൻവേഴ്സില് ശ്രദ്ധിക്കും 3ന്റെ കൂടെ a² into a a³. ഓക്കെ, ഇവിടെ ഉണ്ട് a³. അപ്പൊ ന്യൂമറേറ്ററിൽ a³ കോമൺ ഫാക്ടർ ഉണ്ട്. ഇവിടെ a³ ഉണ്ട്. ഇവിടെ a into a², a³ ഇവിടെ a³ കോമൺ ഫാക്ടർ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ a³ നമുക്ക് കോമൺ ഫാക്ടർ എടുത്ത് കട്ട് ചെയ്യാം. a³ വന്നാൽ പിന്നെ ഇവിടെ ഉണ്ടാവുക 3 tan θ മൈനസ് tan³ θ ഡിവൈഡഡ് ബൈ ഇവിടുന്ന് a³ കോമൺ ഫാക്ടർ എടുത്താൽ a³ into 1 മൈനസ് 3 tan² θ. a³ കൊണ്ട് പോകാം 3 tan² θ. കണ്ടോ, a³ കറക്റ്റ് ആയിട്ട് ക്യാൻസൽ ആയി പോയി. എന്റെ ശല്യം കഴിഞ്ഞു. ഞാൻ ബ്രാക്കറ്റിലുള്ളത് വായിച്ചു നോക്കിയേ. tan ഇൻവേഴ്സിന്റെ ബ്രാക്കറ്റിലുള്ളത് 3 tan θ മൈനസ് tan³ θ ബൈ 1 മൈനസ് 3 tan² θ. അയാളാരാ? അയാളുടെ പേരാണ് tan ഓഫ് 3 θ. അപ്പൊ tan ഇൻവേഴ്സ് tan പോയി, d/dx ഓഫിൽ ചുരുങ്ങി പോയി 3 θ. 3 into d/dx ഓഫ് θ. 3 into d/dx of what is theta? അതൊക്കെ നമ്മുടെ പേര് x = a tan θ ആണ്. അപ്പൊ tan θ is equal to x by a ആണ്. അപ്പൊ θ tan inverse x by a. Yes, θ is equal to tan inverse of x by a. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3 കോൺസ്റ്റന്റ് ഇൻറ്റു tan ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എന്താണോ ഉള്ളത് അതിന്റെ സ്ക്വയർ. അപ്പൊ x by a ന്റെ സ്ക്വയർ ഇൻറ്റു x by a ന്റെ ഡെറിവേറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞു 1/a. രണ്ട് സ്റ്റെപ്പുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. That is equal to 3 into 1/1 plus x² by a² x by a whole square into 1/a equal to 3 into 1/, ഈ a² ക്രോസ് ചെയ്യുമ്പോൾ a² plus x² all divided by a² into 1/a equal to ഈ a ഒരു aയും ഈ a² ഒരു a ക്യാൻസൽ ആവും. ഈ a തിരിഞ്ഞ് ന്യൂമറേറ്ററിൽ വരും 3a divided by a² plus x². ഓക്കെ, പ്രോബ്ലംസ് എല്ലാം നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സിന്റെ കോൺടാക്ട് ചെയ്യുക. ഈ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.